ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കമൻറ്റ് കണ്ടോ? നമ്മുടെ മിക്ക വീഡിയോസിനും കമൻറ്റ് ചെയ്യുന്ന ഒരു കൊച്ചു സബ്സ്ക്രൈബർ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടിയുടെ പേര് അൻസിക എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അൻസികയ്ക്കും അൻസികയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അനുശ്രീ, ആർദ്ര, ആമിന ഇവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ അൻസിക മാത്രമല്ല അനുശ്രീയും ആമിനയും ആർദ്രയും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നെയിം റൈറ്റിംഗ് ചാലഞ്ച് ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ ഈ നെയിംസ് എഴുതുന്ന സമയത്ത് എനിക്കത് കാലിഗ്രാഫി ആണെന്ന് തീരെ തോന്നുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വരുന്നത് പണ്ട് ഞാൻ അസൈൻമെൻറ്റ്സിൻ്റെ കവർ പേജൊക്കെ എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ഫീൽ തന്നെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ ഇന്നൊരു വെറൈറ്റിക്ക് അസൈൻമെൻറ്റ്സിൻ്റെ കവർ പേജ് പോലെ തന്നെ നമുക്കിതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ പണ്ട് അസൈൻമെൻറ്റ്സ് എഴുതുമ്പോൾ ഇതുപോലെ ലൈൻസൊക്കെ വരച്ച് ഇങ്ങനെ നെയിംസിൻ്റെ ഓരോ ലെറ്റേഴ്സ്, നെയിംസിൻ്റെ അല്ല, നമ്മളിപ്പോൾ ടൈറ്റിൽ എഴുതുന്നതിൻ്റെ ആണെങ്കിൽ ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് സ്കെച്ച് ചെയ്ത് അതിൻ്റെ പുറത്തുകൂടെ ഔട്ട്ലൈൻ കൊടുത്ത് അങ്ങനെയായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അസൈൻമെൻറ്റ്സിൻ്റെ കവർ പേജ് എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പിന്നീട് അതിന് മുകളിലൂടെ മാർക്കർ യൂസ് ചെയ്യുന്നത്. കാരണം മാർക്കർ യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇടയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പുതിയ അങ്ങനെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ വല്ല റബ്ബറോ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു ഐഡിയ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ നമ്മുടെ അൻസികക്കുട്ടിയുടെ 3 ഫ്രണ്ട്സിൻ്റെയും പേരെഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ആക്ച്വലി ഈ നെയിംസൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ചൈൽഡ്ഹുഡും ഒക്കെയാണ്. നമ്മളൊക്കെ ശരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഈ കുട്ടിയും ഇങ്ങനൊരു കമൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിയുടെ ഫ്രണ്ട്സിന് എന്തോരം വാല്യൂ കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്സിനെ ഈ കുട്ടിക്ക് എന്ത് കാര്യമാണ്, എന്ത് ഇഷ്ടമാണ് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പിന്നെ അൻസിക, അനുശ്രീ, ആർദ്ര, ആമിന നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാനൊരാഗ്രഹം. അങ്ങനെ സംസാരിച്ച് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കളർ ചെയ്യാം. അങ്ങനെ കളർ കൂടി ചെയ്തപ്പോൾ ഇത് ഭംഗിയായല്ലേ? എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?